കൊയിലാണ്ടിയിലെ വിവിധ ഭാഗങ്ങളിൽ മോഷണം പതിവാകുന്നു. ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും മോഷണം നടക്കുന്നതെന്ന് അന്വേഷണത്തിൽ നിന്നും വ്യക്തമായി. കൊയിലാണ്ടി പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി അന്വേഷണം ആരംഭിച്ചു. ചേലിയ പൂക്കാട് പ്രദേശങ്ങളിലാണ് മോഷണം വ്യാപകമായത്. കാഞ്ഞിരശ്ശേരി മഹാശിവക്ഷേത്രം, ശ്രീകൃഷ്ണ ക്ഷേത്രം, തിരുവങ്ങൂർ നരസിംഹ പാർത്ഥസാരഥി ക്ഷേത്രം, ചേലിയ ആലങ്ങാട്ട് ക്ഷേത്രം, ടൗണിലെ കോഴിക്കട, പൂക്കാട് നഗരത്തിലെ ചെരുപ്പുകട എന്നിവിടങ്ങളിലാണ് മോഷണം നടന്നത്. പുലർച്ചെ 2:30-നും 3:30-നും ഇടയിലാണ് മോഷണം നടന്നതെന്ന് പോലീസ് വ്യക്തമാക്കുന്നു. ചേലിയയിലെ കോഴിക്കടയുടെ വാതിൽ തകർത്ത് മോഷ്ടാവ് അകത്ത് കടക്കുന്ന ദൃശ്യങ്ങൾ CCTVയിൽ നിന്നും പോലീസിന് ലഭിച്ചു. അതേസമയം കാഞ്ഞിരശ്ശേരി ശിവക്ഷേത്രത്തിലെ 3 ഭണ്ഡാരങ്ങൾ കുത്തിത്തുറന്ന് പണം കവർന്നിട്ടുണ്ട്. എത്ര പണം നഷ്ടപ്പെട്ടു എന്ന് കണക്കാക്കാൻ സാധിച്ചിട്ടില്ല. ജൂൺ 12-ന് ഭണ്ഡാരം തുറന്ന് പണം എണ്ണിയതുകൊണ്ട് വലിയ തുക നഷ്ടപ്പെട്ടിട്ടില്ലെന്നാണ് ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചത്. ക്ഷേത്ര ഓഫീസും കുത്തിത്തുറന്ന നിലയിലാണ്. ഓഫീസിൽ സൂക്ഷിച്ചിരുന്ന മൊബൈൽ ഫോണും മോഷണം പോയിട്ടുണ്ട്. കൂടാതെ പുറത്തെ കവാടത്തിന് സമീപത്തെ ഭണ്ഡാരം കുത്തിത്തുറക്കാനുള്ള ശ്രമവും നടന്നിട്ടുണ്ടെന്ന് അന്വേഷണത്തിൽ നിന്നും വ്യക്തമായി. മറ്റിടങ്ങളിൽ നടന്ന മോഷണത്തിൽ നഷ്ടമായതിന്റെ കണക്കുകൾ തിട്ടപ്പെടുത്തി വരികയാണ് അന്വേഷണ സംഘം. സംഭവത്തിന് പിന്നാലെ കൊയിലാണ്ടി പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. വിരലടയാള വിദഗ്ധരും പരിശോധന നടത്തി. ഒന്നിലേറെ പേർ ആസൂത്രണം ചെയ്ത മോഷണമാണ് നടന്നതെന്നാണ് പ്രാഥമിക നിഗമനം. ന്യൂസ് ബ്യൂറോ, കൊയിലാണ്ടി.